നിങ്ങൾ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ എങ്കിൽ ആ ബുദ്ധിമുട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മറ്റുള്ളവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിലുള്ള ഓരോരുത്തർക്കും, അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്തിന് നിങ്ങളുടെ നെയ്ബേഴ്സിന് പോലും നിങ്ങളുടെ ആ അവസ്ഥയെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും എന്നുള്ളതാണ്. ആ അഭിപ്രായങ്ങൾ പറയുകയും അതിനുശേഷം ദേ വിൽ ലീവ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മറന്നു പോകാതിരിക്കുക. സോ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ മടി കാണിക്കാതിരിക്കുക എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് മീറ്റ് എ ഗവൺമെന്റ് ഡോക്ടർ. ഗവൺമെന്റ് ഡോക്ടറിനെ കാണുമ്പോൾ OP ഭയങ്കര ക്രൗഡഡ് ആണ്, എനിക്ക് പ്രൈവസി കിട്ടുന്നില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് മീറ്റ് എ പ്രൈവറ്റ് ഡോക്ടർ. ബിഗ് ഫാർമ കമ്പനീസിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജനറിക് മെഡിസിൻസ് വാങ്ങിക്കുക. ജനറിക് മെഡിസിൻസിന്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ മെഡിസിൻസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഡു വാട്ട് എവർ യു ഫീൽ റൈറ്റ്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ മടി കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ ബിക്കോസ് സഫർ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഒരു ബുദ്ധിമുട്ടിനെ പറ്റി അഭിപ്രായങ്ങൾ പറയാൻ 100 പേരുണ്ടാവും, പക്ഷേ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ മടി കാണിക്കാതിരിക്കാനും ശ്രമിക്കുക.